നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള തിരുമലക്കോവിൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ കോവിലിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ കുറേ കടകളൊക്കെ കാണാം. ഇവിടെ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പിന്നീട് നമുക്ക് മുകളിലേക്ക് പോകാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം, പളനിയിലേക്ക് ഉള്ളതുപോലെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം. പിന്നീട് എന്താണ് പറയുക, നമുക്ക് കാർ മാർഗം വഴിയും നമുക്ക് മുകളിലേക്ക് എത്താം. അതായത് പ്രായമുള്ള അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാറിൽ മുകളിലേക്ക് എത്തുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ മുകളിലോട്ട് പോകുന്ന വഴി അത്രത്തോളം മനോഹരമാണ്. ഇതങ്ങോട്ട് കുറച്ചങ്ങോട്ട് കയറി കഴിയുമ്പോൾ തന്നെ സത്യം പറഞ്ഞ് നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന ഒരു ഫീല് തന്നെ കിട്ടും. ആ ഒരു മലയൊക്കെ വെട്ടി അല്ലെ പാറയൊക്കെ തുറന്നാണ് മനോഹരമായ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുന്ന് കാണുന്ന ആകാശവും ഒക്കെ കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു ഫീലാണ്. അത് ഇവിടത്തേക്കുള്ള യാത്ര, ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തന്നെ വളരെ മനോഹരമാണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, ആ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ റോഡ്, അത് കിലോമീറ്ററുകളോളം കാണും. അപ്പോൾ സൈഡിലെ മലനിരകൾ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അതിനുശേഷമാണ് നമ്മളിവിടെ വന്നിട്ട് ഈ മലയുടെ ടോപ്പിലുള്ള ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത് മുരുകൻ ക്ഷേത്രമാണ്. അപ്പോൾ വളരെ അപ്പോൾ ഭക്തി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അല്ലെ ആത്മീയത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു കിട്ടില്ലൻ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ഒരു ടെമ്പിൾ തിരുമലക്കോവിൽ. വളരെ പോപ്പുലറാണ്. വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്ന, ഒരുപാട് ഭക്തർ വരുന്നൊരു ക്ഷേത്രമാണ്. പല തവണയും വൻ തിരക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്ന ദിവസം കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ദർശനമൊക്കെ കിട്ടുകയൊക്കെ ഉണ്ടായി. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സൈഡിലൊക്കെ കല്ലുകളൊക്കെ ചെത്തി അടിപൊളിയായിട്ടാണ് റോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഉണ്ടാവും. നമ്മൾ ഹെയർ പിൻ പോലെ കിടക്കുന്നതുകൊണ്ട് തന്നെ താഴേന്ന് മുകളിലെത്താൻ വേണ്ടി വളരെ കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം എത്തും. കാറിലാണെങ്കിലും ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടി. ഇത് കണ്ട് ഈ ഒരു ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു മൂന്നാറിൽ പോകുന്ന ഒരു ഫീല് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത്രത്തോളം മനോഹരമായൊരു ഒരു സ്ഥലം തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊട്ടാരക്കര വഴി നമ്മൾ പുല്ലൂർ വഴി നമ്മൾ എവിടെ എത്തുന്നു, നമ്മൾ അല്ലിമുക്കിലെത്തുന്നു. പുല്ലൂരിൻ്റെ അടുത്ത് അല്ലിമുക്കിലെടുത്ത് അവിടുന്ന് നമ്മൾ ഒരു കാനന പാതയാണ് സ്വീകരിച്ചത്. കാരണം അതെന്ന് വെച്ചാൽ നമ്മൾ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കയറണമായിരുന്നു. അയ്യപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടെ കയറാൻ വേണ്ടി നമ്മൾ വനത്തിലൂടെയാണ് വരുന്ന ഒരു വഴി. ആ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് അതുവരെ പോയി നോക്കണം. നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിരിക്കും. ആ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം അവിടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ, രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഫീലായിരിക്കും. ഈവനിങ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഫീലിംഗ് ആയിരിക്കും. ചോട്ടറി സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു യാത്രയാണ്, നല്ലൊരു അനുഭൂതിയാണ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് യാത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഈ മലയുടെ മുകളിൽ നിന്നുള്ള, ഈ ക്ഷേത്രത്തിൽ നിന്നുള്ളൊരു വ്യൂ നോക്കി. ഇവിടുന്നൊരു ഒരു 360 വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ള് നല്ലൊരു സെറീൻ ബ്യൂട്ടിയാണ്. കണ്ണുകൾക്ക് ഒക്കെ നല്ല സന്തോഷം നൽകുന്നൊരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പച്ചപ്പൊക്കെ നിറഞ്ഞ് അതൊരു വേറൊരു ഫീല് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. കോമ്പൗണ്ടിനുള്ളിൽ കയറുമ്പോൾ നമുക്കൊരു നല്ലൊരു കുളം കാണാൻ പറ്റും. ഇതിൻ്റെ ഹിൽ ടോപ്പിൽ തന്നെയാണ് ഈ കുളം എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് നിറയെ വെള്ളമുണ്ട്. അതിൻ്റെ കൽപ്പടവുകളാണെങ്കിൽ അതിൻ്റെ കെട്ടിയിരിക്കുന്ന വളരെ ഒരുപാട് പഴക്കം ചെന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരുപാട് പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ ചെന്നൊരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടുത്തെ കൽപ്പണികളാണെങ്കിലും അത്ര വളരെ മനോഹരമായൊരു ഫീല്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ, ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പം കിട്ടുന്ന അതേ ഫീല് തന്നെ. അതായത് അവിടുത്തെ ഒരു ക്ഷേത്രങ്ങളുടെ ഒരു ഡിസൈനാണെങ്കിൽ അവരുടെ പണ്ട് കാലത്തോട്ട് ക്ഷേത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം കിട്ടുന്ന ഒരു അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഈ ഒരു കളർ പാറ്റേണൊക്കെ ഇത് ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും ഇവരുടെ ഒരു ഗോപുരങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ബാക്കി തമിഴ്നാട്ടിലെ ഏത് ക്ഷേത്രങ്ങളിലും പോയാൽ കിട്ടുന്ന അതേ ഒരു ഫീല് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് പടികൾ, താഴേന്ന് കയറി വരുന്ന ആ പടികളെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ല. 627 പടികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പടികൾ ഇതുവഴിയാണ്. നമ്മൾ ഇതുവഴി വന്നില്ല, നമ്മൾ കാറിൽ തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം വന്ന് സന്ദർശിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലിയായിട്ട് തന്നെ വരിക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു. സീ യു അഗെയിൻ.